പൗരാണികവും പ്രസിദ്ധവുമായ തിരുവനന്തപുരം പണിമൂല ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പൊങ്കാല മഹോത്സവം ഭക്തി നിർഭരമായി. ലക്ഷക്കണക്കിന് ഭക്തരാണ് പൊങ്കാല അർപ്പിക്കാനായി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നത്. രാവിലെ 10:30 ക്ഷേത്ര മേൽശാന്തി കോവശ്ശേരി മഠത്തിൽ ഗോകുൽകൃഷ്ണൻ പണ്ടാര അടുപ്പിൽ അഗ്നി പകർന്നതോടെ സമൂഹ പൊങ്കാലയ്ക്ക് തുടക്കമായി. ഇന്ന് രാവിലെ മുതൽ പൊങ്കാല ഭാഗമായിട്ടുള്ള ലക്ഷാർച്ചന ആരംഭിച്ചു. അതിനുശേഷം 10:30 പണ്ടാര അടുപ്പിൽ അഗ്നി ജ്വലിപ്പിക്കുന്ന ചടങ്ങ് നടന്നു. 11 മണിക്ക് അന്നദാനം നടന്നു. ഏതാണ്ട് 25,000-ൽ പരം ഭക്തജനങ്ങൾ ഭക്ഷണം കഴിക്കും, ആഹാരം കഴിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. എല്ലാം കൊണ്ടും വളരെ മുന്നൊരുക്കത്തോടു കൂടിയാണ്, വളരെ വലിയ മുന്നൊരുക്കത്തോടു കൂടിയാണ് ഈ പൊങ്കാല മഹോത്സവം നമ്മൾ ഇപ്പോൾ കൊണ്ടാടുന്നത്. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇപ്രാവശ്യം ക്ഷേത്ര സന്നിധിയിൽ പൊങ്കാല അർപ്പിക്കാനായി എത്തിച്ചേർന്നത്. തുടർന്ന് 10:45 ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ കണ്ഠര് രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കലശാഭിഷേകവും നടന്നു. ഇന്ന് കുംഭമാസം 8-ാം തീയതി പണിമൂല ദേവീക്ഷേത്രത്തിൽ നടന്നു വരുന്ന പ്രതിഷ്ഠാ ദിനം അനുബന്ധിച്ചുള്ള പൊങ്കാല ദിനമാണിന്ന്. ഇന്ന് ഇവിടെ വരാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ്. അതുപോലെ തന്നെ ഈ പൊങ്കാല ദിനം അനുബന്ധിച്ച് ഞാൻ എല്ലാവർക്കും ഒരു നല്ല ആശംസകൾ നേരുന്നു. എല്ലാവരുടെ പ്രാർത്ഥനകൾ ഭഗവതി കേൾക്കട്ടെ എന്നും അവർക്ക് ഐശ്വര്യവും അനുഗ്രഹവും വന്നു ചേരട്ടെ എന്നും ഞാൻ താഴ്മയാണ് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഭക്തർക്ക് എല്ലാവിധ സംവിധാനങ്ങളും ക്ഷേത്ര ഭരണസമിതി മുൻപ് തന്നെ ഒരുക്കിയിരുന്നു. പണിമൂല പൊങ്കാലയോടനുബന്ധിച്ച് KSRTC സ്പെഷ്യൽ സർവീസും നടത്തി. പൊങ്കാല സമർപ്പണ സമ്മേളനം ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്തു. ജനം, തിരുവനന്തപുരം.